വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് ക്രിസ്മസ് ഗിവ് എവേയുടെ റിസൾട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ക്രിസ്മസ് ഗിവ് എവേക്ക് മരിയ വെറും മരിയ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് ഗിവ് എവേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സന്ധ്യ മേരി എഴുതിയിരിക്കുന്ന നോവൽ. അപ്പോൾ അത് ആരാണ് സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് എന്ന് നോക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് കമൻസ് എഴുതി അറിയിച്ചിട്ടുള്ള അവരുടെ പേരും അവർ പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും കൂടിയിട്ട് ഞാനൊരു ലോട്ട് പോലെ ഇങ്ങനെ ഒരു കുറിപ്പുകൾ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുക്കുകയാണ്. എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമായി. എനിക്ക് എല്ലാ എന്താ പറയുക, അവരെഴുതിയിരിക്കുന്ന ചിലരൊക്കെ നല്ല അപ്പുണ്ണീനെ പറ്റിയിട്ടൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആരാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഇപ്പോൾ നമ്മൾ ഈ അപ്പുണ്ണീനെ എടുക്കണോ അല്ലെങ്കിൽ രവീനെ എടുക്കണോ അല്ലെങ്കിൽ കൈറ്റ് റണ്ണറിൻ്റെ അമീറിനെ എടുക്കണോ, എനിക്കങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി. പിന്നെ ചെല്ലമ്മ മുത്തീനെ പറ്റി ഞാൻ ആ ക്യാരക്ടർ മറന്നേ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴോ മുമ്പ് വായിച്ചതാണ്. ഞാൻ ആ പുസ്തകം തന്നെ മറന്നുപോയ പോലെയാണ്. അപ്പോൾ ഇനി അതൊന്നുകൂടിയും എടുത്ത് വായിക്കണം, ഒ.വി. വിജയൻ്റെ തലമുറ. അപ്പോൾ അതൊക്കെ ഓർത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനായിട്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കണതിന് പകരം എന്താ പറയുക, ഒരു നറുക്കെടുപ്പ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കണേ. ഞാനിത് കണ്ണടച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. അപ്പോൾ ബാക്കി കിട്ടാത്തവർ വിഷമം വിചാരിക്കരുത്. നമുക്ക് ഇനിയും വിഷുവിനും ഒക്കെ നമുക്ക് ഗിവ് അവേസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് തുറന്നു വായിക്കട്ടെ, ആരാണെന്നുള്ളത് നമുക്ക് വിന്നർ ആരാണെന്ന് നോക്കാം. മൂഡ് ടേപ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പേര് എഴുതിയിരിക്കുന്നത്. അന്ന കർണീനയിലെ ലെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. ആ അന്ന കർണീനയിൽ ലെവിൻ എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലാവരും പറയുന്നത് ആ എഴുത്തുകാരൻ തന്നെയാണ്. അത് മീൻസ് ആ ക്യാരക്ടർ എഴുത്തുകാരൻ്റെ ആയിട്ട് സാമ്യമുള്ള ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. മൂഡ് ടേപ്സ് ക്രിയേഷൻ, അന്ന കർണീനയിലെ ലെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് വിന്നറായിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഞാൻ അന്ന കർണീനയൊക്കെ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ട് പിന്നീട് വായിക്കുമ്പോൾ നമ്മളുടെ ആ ഫിലോസഫിയൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസമായിട്ട് തോന്നും. നമ്മളൊരു 20-25 വയസ്സിൽ നമ്മൾ വായിക്കുന്ന ക്ലാസിക്കുകളും നമ്മളൊരു 40-50 വയസ്സിൽ വായിക്കുന്ന ക്ലാസിക്കുകൾക്കും നമ്മളുടെ ജീവിതവും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് എഫക്റ്റ് വ്യത്യാസം വരും. നമുക്ക് ആ ഇഷ്ടം ഉണ്ടാവും, പക്ഷെ എന്നാലും ആ ഒരു നമ്മളുടെ ഫിലോസഫിയും അവരുടെ ഫിലോസഫിയും കുറച്ചും കൂടി മനസ്സിലാക്കാൻ, ആ എഴുത്തുകാരൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് അന്ന കർണീന എന്ന് പറഞ്ഞ നോവലും ലെവിനും. നിങ്ങളെല്ലാവരും ഇത് വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കേണ്ട ക്ലാസിക്കുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു നോവൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ മൂഡ് ടേപ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വിന്നറിന് ഞാൻ കൺഗ്രാജുലേഷൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഡീപ് റീഡ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അഡ്രസ്സ് ഒന്ന് എഴുതിയിടുക. എത്രയും പെട്ടെന്ന് ഞാൻ പുസ്തകം അയക്കുന്നതാണ്. ലാസ്റ്റ് ഞാൻ ഗിവ് അവേ പറഞ്ഞപ്പോൾ എനിക്ക് ആ എന്താ പറയുക, അഡ്രസ്സ് കിട്ടിയതിന് ശേഷം ഞാൻ കിടപ്പിലായിപ്പോയി. അപ്പോൾ എനിക്ക് അയക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ബുക്ക് കിട്ടി, അയാൾ ബുക്ക് വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ സന്ധ്യ മേരി എഴുതിയിരിക്കുന്ന മരിയ വെറും മരിയ ഈ വിന്നർക്കും ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.